ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോക്കസ് മേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ചാണ്. വിദേശികൾക്കെതിരായി നടത്തിയ പോരാട്ടങ്ങൾ. 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വിദേശികളാരെ? 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയ വിദേശികളാരെ? ഡച്ചുകാരാണ് 1663 പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തിയത്. ഡച്ചുകാർക്ക് കനത്ത പരാജയം നേരിട്ട കുളച്ചിൽ യുദ്ധം നടന്ന വർഷമേത്? ഡച്ചുകാർക്ക് കനത്ത പരാജയം നേരിട്ട കുളച്ചിൽ യുദ്ധം നടന്ന വർഷമേത്? 1741. 1741 ഡച്ചുകാർക്ക് കനത്ത പരാജയം നേരിട്ട കുളച്ചിൽ യുദ്ധം നടന്നത്. കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് കുളച്ചിൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ ആരായിരുന്നു? കുഞ്ഞാലിമരക്കാർമാർ. കുഞ്ഞാലിമരക്കാർമാരാണ് കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാർ. കുഞ്ഞാലിമരക്കാർമാരുടെ ആസ്ഥാനം ഏത് കോട്ടയായിരുന്നു? കുഞ്ഞാലിമരക്കാർമാരുടെ ആസ്ഥാനം ഏത് കോട്ടയായിരുന്നു? വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. വടകരക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലിമരക്കാർമാരുടെ ആസ്ഥാനം ആയ കോട്ട. പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചതാര്? കുഞ്ഞാലി മൂന്നാമൻ. കുഞ്ഞാലി മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിലെഴുതിയ അറബിക് കാവ്യമേത്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിലെഴുതിയ അറബിക് കാവ്യമേത്? ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുബീനാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക് കാവ്യം. ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ഏതൊക്കെ യൂറോപ്യന്മാർ തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക നിയന്ത്രണത്തിലാക്കിയതാര്? കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക നിയന്ത്രണത്തിലാക്കിയതാര്? ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാരാണ് കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക നിയന്ത്രണത്തിലാക്കിയത്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചതാര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചതാര്? സർദാർ കെ.എം. പണിക്കർ. സർദാർ കെ.എം. പണിക്കറാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന കൃതി രചിച്ചത്. ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാലകൾ ആരംഭിച്ചത് എവിടെയാണ്? ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാലകൾ ആരംഭിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങിലാണ് ഇംഗ്ലീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ പാണ്ഡികശാലകൾ ആരംഭിച്ചത്. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയതാര്? അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയതാര്? ആറ്റിങ്ങൽ റാണി. ആറ്റിങ്ങൽ റാണിയാണ് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം ഇംഗ്ലീഷുകാർക്ക് നൽകിയത്. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷമേത്? അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷമേത്?
1695. 1695 അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് കോട്ടയുടെ പണി പൂർത്തിയായത്. പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം ഏതായിരുന്നു? പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം ഏതായിരുന്നു? അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങായിരുന്നു പടിഞ്ഞാറൻ തീരത്തെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രം. ഇംഗ്ലീഷുകാരുടെ ഇടപാടിൽ അസ്വസ്ഥരായ പ്രദേശവാസികൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച വർഷമേത്? ഇംഗ്ലീഷുകാരുടെ ഇടപാടിൽ അസ്വസ്ഥരായ പ്രദേശവാസികൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ച വർഷമേത്? 1697. 1697 ഇംഗ്ലീഷുകാരുടെ ഇടപാടിൽ അസ്വസ്ഥരായ പ്രദേശവാസികൾ അഞ്ചുതെങ്ങ് കോട്ട ആക്രമിച്ചത്. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് പാണ്ടികശാലയുടെ തലവൻ ആരായിരുന്നു? അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് പാണ്ടികശാലയുടെ തലവൻ ആരായിരുന്നു? ഗിഫോർഡ്. ഗിഫോർഡാണ് അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷ് പാണ്ടികശാലയുടെ തലവൻ. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം എന്നാൽ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോയ 150ഓളം വരുന്ന ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ച സംഭവമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമേത്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമേത്? 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആരൊക്കെ തമ്മിൽ ഒപ്പിട്ട കരാറായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി? ആരൊക്കെ തമ്മിൽ ഒപ്പിട്ട കരാറായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി? മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും. മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട കരാറായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷമേത്? ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ച വർഷമേത്? 1792. 1792 ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചത്. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏത്? മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി ഏത്? ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധിയാണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ സന്ധി. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ തുടങ്ങിയ വർഷമേത്? കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ തുടങ്ങിയ വർഷമേത്? 1792. 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ തുടങ്ങിയ വർഷം. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ട വർഷമേത്? തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ട വർഷമേത്? 1795. 1795 തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ട വർഷം. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കീഴിലായ കാലയളവ് ഏത്? കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായ കാലയളവ് ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഫോക്കസ് മേറ്റിൻ്റെ ഇതുപോലുള്ള പുതിയ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും.